അല്ല അങ്ങനെയില്ല. ഇപ്പൊ ഇവിടെ നല്ല സിനിമകൾ വന്നിട്ട് ഓടാത്ത ഒരു സിനിമകളും ഈവനിങ് എല്ലാ സിനിമകളും തന്നെ ഓടിയിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ഇനിയിപ്പോ ഓണത്തിനാണ്, ഇടയ്ക്കൊരു ഗ്യാപ്പൊക്കെ വന്നു. സ്വാഭാവികമായിട്ടും എല്ലാ വർഷങ്ങളിലും അങ്ങനെ ഉള്ളതാണ്. ഇപ്പോൾ മഴയുള്ള സമയത്ത് തിയേറ്ററിൽ എത്ര വലിയ പടങ്ങളുണ്ടെങ്കിൽ കുറച്ച് കളക്ഷൻ്റെ ഒരു കുറവുണ്ടായിരിക്കും. നോയമ്പ് മാസങ്ങളിൽ ഒരു കുറവുണ്ടായിരിക്കും. ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള ഒരു സൂപ്പർ ഹിറ്റ് സിനിമ ഇതിന്റെ ഇടയ്ക്ക് വന്നിട്ടില്ലാത്തത് കൊണ്ടിട്ടാണ്. പിന്നെ ഫ്രം സോ എന്ന് പറയുന്ന സിനിമ കന്നഡയിലും മറ്റു ഭാഷകളിലും ഹിറ്റായിട്ടുണ്ട്. പക്ഷെ ഇവിടെ കുഴപ്പമില്ല. A+ തിയേറ്ററുകളിൽ നന്നായിട്ട് പോയിട്ടുണ്ട് എന്നുള്ള ഒഴിച്ചാൽ ബാക്കിയുള്ള തിയേറ്ററുകളിലേക്ക് അത്രയും വലിയ കളക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. കളക്ഷൻ പോയിന്റ് ഈ GST-യിൽ ഇപ്പോൾ ഒരു 18% 5% സ്ലാബ് വന്നിട്ടുണ്ട്. അത് സിനിമാ വ്യവസായത്തിന് എന്തുമാത്രം ഗുണം ചെയ്യും? അതുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ സിനിമയ്ക്ക് ആ GST-യിൽ കുറവ് വരുത്താനൊക്കെ മുൻകൈയെടുക്കാൻ പറ്റും. നമ്മളത് ഏത് സ്ലാബിലാണ് എത്തുന്നതെന്നുള്ളതിനെ കുറിച്ചൊരു തീരുമാനമായിട്ടില്ല. ഞങ്ങളത് 5% ആക്കാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട്. സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബർ വഴി ഞങ്ങൾ ഡയറക്റ്റായിട്ട് അതിനുള്ള കാര്യങ്ങൾ നീക്കുകയും മന്ത്രിക്ക് നിവേദനം നൽകുകയും ചെയ്തു. ഞങ്ങൾ കത്ത് കൊടുത്തപ്പോൾ അവിടെ ഒരു ഭരണസമിതി അഡ്വക്കപ്പറ്റി കാര്യത്തിൽ എല്ലാവർക്കും അറിയാമല്ലോ. അത് കഴിഞ്ഞാൽ ചർച്ച തുടരും. അതിന്റെ ഞങ്ങൾ 1-2 ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ചർച്ച തുടരും. അതിനിപ്പം ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ചാർജെടുത്തതേ ഉള്ളൂ. അത് തുടരും. തീർച്ചയായിട്ടും നല്ല രീതിയിൽ നമുക്ക് അടുപ്പുള്ള ആൾക്കാരും എല്ലാം സഹകരിക്കുന്ന ആൾക്കാരാണല്ലോ. അതിലോട്ട് സംസാരിക്കണമല്ലോ. അവരാണല്ലോ അതിന്റെ അഭിപ്രായം പറയേണ്ടത്. പ്രതിഫലം കുറയ്ക്കുന്നത് മാത്രമായിട്ടല്ല, അത് പല ഇൻസ്റ്റാൾമെന്റ് ആക്കി തരുന്നതിനെ കുറിച്ചൊക്കെ ഉള്ള കത്തുകൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനെ കുറിച്ച് ചർച്ച ചെയ്യും. പ്രതിഫലത്തിനൊപ്പം തന്നെ പറഞ്ഞ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊഡ്യൂസർമാർക്ക് വലിയ പ്രശ്നമാവും. അപ്പൊ താരങ്ങൾ പ്രൊഡ്യൂസർ ആവുന്ന കാര്യത്തിൽ അന്നും പറയുന്നു താരങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് തന്നെയാണ് പറയുന്നത്. താരങ്ങൾക്ക് പ്രൊഡ്യൂസർ ആവും. അതും ഒരു ചർച്ചയോടെ പരിഹരിക്കാൻ പറ്റുമോ? അത് അങ്ങനെയല്ല. അന്ന് തെറ്റായിട്ടുള്ള വാർത്തയാണ് അന്ന് വന്നത്. ഞങ്ങൾ പറഞ്ഞ അങ്ങനെയല്ല. താരം അവർക്ക് വേണ്ടി മാത്രമായി സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, വേറെ വെളിയിൽ ചെയ്യുന്നില്ല എന്നുള്ള അങ്ങനെയുള്ള ആൾക്കാരെ പറ്റിയാണ് അന്ന് സംസാരിച്ചത്. പക്ഷെ അന്നത് വാർത്തയിൽ വന്നതെല്ലാം താരങ്ങൾ സിനിമ ചെയ്യുന്നതിന് പ്രൊഡ്യൂസർ അസോസിയേഷൻ എതിരാണെന്ന്. അങ്ങനെയൊന്നുമല്ല. അതായത് ചില ആർട്ടിസ്റ്റുകൾ 1-2 പേരായിരിക്കും അവരുടെ സിനിമകൾ അവർ മാത്രം നിർമ്മിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതിനെതിരെയാണ് ഞങ്ങൾ വന്നത്. അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. അവർ അഭിനയിക്കുന്ന സിനിമ അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. കണ്ടിന്യൂസ് എല്ലാ സിനിമകളും. അല്ല, ഇപ്പൊ ഇവിടെ സ്ഥിരമായി സിനിമ ചെയ്ത് ജീവിക്കുന്ന കുറെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടല്ലോ. ഇടയ്ക്കൊരു സിനിമ പ്രൊഡ്യൂസേഴ്സിന് വേണ്ടി ചെയ്യാമല്ലോ, മറ്റു പ്രൊഡ്യൂസേഴ്സിന് വേണ്ടി ചെയ്യാമല്ലോ എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിച്ച ആവശ്യം. അവര് ഈ ആർട്ടിസ്റ്റ് ആകാനായിട്ട് ഒരുപാട് നിർമ്മാതാക്കൾ പൈസ മുടക്കി. അവര് മാത്രം പൈസ മുടക്കി അല്ലല്ലോ അങ്ങനെ വന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ആവശ്യപ്പെട്ടത്. അങ്ങനെയല്ല. അതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ചെയ്യണമെന്നാണെന്ന് ആവശ്യപ്പെട്ടത്. അതായത് കളിക്കാതെ അതൊരു ഒരു വഴക്കിലേക്കല്ല എന്ന് പറഞ്ഞു. അന്ന് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ വെളിയിലും സിനിമ ചെയ്യണം എന്നുള്ള റിക്വസ്റ്റാണ് ഞങ്ങൾ അന്ന് വെച്ചത്. അതുപോലെ ഇത് അവർക്ക് വന്ന ഏറ്റവും കംപ്ലൈൻസിൽ ഒരു കംപ്ലൈന്റ് ആണ്. അതായത് സീനിയർ ആർട്ടിസ്റ്റുകൾ, പല ആർട്ടിസ്റ്റുകൾ ഇപ്പോഴത്തെ സിനിമകളിൽ ഒന്നുകിൽ ഒരു ഫോട്ടോയിൽ അല്ലെങ്കിൽ 1-2 സീനിൽ മാത്രം, അതായത് കൺട്രോൾ സിനിമകളിൽ ത്രൂ ഔട്ട് റോളുകൾ ചെയ്യുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ അമ്മയിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അവരാരും ഇപ്പോൾ സിനിമയിൽ അങ്ങനെ കണ്ടുവരുന്നില്ല. 1-2 സീനിൽ അല്ലെങ്കിൽ ഫോട്ടോ ഫ്രെയിമിൽ മാത്രം നിന്ന് ഒതുങ്ങി പോകുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. താങ്കളുടെ പ്രസന്റ് ആയിട്ട് ഇപ്പൊ നിൽക്കുമ്പോൾ അതൊരു മാറ്റം വരുത്താനായിട്ട് എന്തെങ്കിലും ശ്രമം നടത്താൻ പ്ലാനുകളുണ്ടോ? സിനിമ എന്ന് പറഞ്ഞാൽ അമ്മയോ പ്രൊഡ്യൂസർ അല്ല തീരുമാനിക്കുന്നത്, ഡയറക്ടേഴ്സ് ആണ് തീരുമാനിക്കുന്നത്. താങ്കളുടെ പ്രസന്റ് അപ്പൊ അവസരം കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിനായിട്ട് ഒരു എഫേർട്ട് ശ്രമിക്കാറ്? അല്ല, അങ്ങനെയാ. അത് ഒരു ഡയറക്ടറിന്റെ വ്യൂ പോയിന്റ് അല്ലേ. ഒരു ഡയറക്ടറിന് അത് ഏത് രീതിയിൽ അവരുടെ കഥ കാണിക്കണം, അല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണം, ഒരു ഡയറക്ടറാണ്. അതിന്റെ മുകളിലല്ലേ പ്രൊഡ്യൂസറും അല്ലാതെ ആർട്ടിസ്റ്റ് അസോസിയേഷനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എന്നെ എത്രയോ സിനിമയിലൊന്നും ഞാൻ കാസ്റ്റ് ആയിട്ടില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് സങ്കടം വരണോ? ഇല്ല, ദാറ്റ്സ് ഓൾ ഡയറക്ടേഴ്സ് വിഷൻ. ലെറ്റ് ഇറ്റ് ബി ദാറ്റ് വേ. എത്ര ടാലന്റുകൾ ഉണ്ടായിട്ട് പോലും നിങ്ങളെ ആരും വിളിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഞങ്ങള് ബഹുമാനപ്പെട്ട പ്രസിഡന്റിനെ ഞങ്ങളുടെ ഒരു അതിഥിയായിട്ട് ഇവിടെ വിളിച്ചു വരുത്തിയാണ്. അപ്പൊ അവരോട് കോച്ചിങ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു ഇന്ററാക്ഷൻ ഓക്കെ ഇതല്ല. പക്ഷേ ഇതേമാതിരി മറ്റേ സംഘടനയില് മറ്റേ തൊഴിലില്ലാതിരിക്കുന്ന സിനിമ അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തുള്ളവർ കൂടുതലും സിനിമ ഉപയോഗിക്കുന്നത് അതൊന്നും അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ഓടിക്കാം പ്ലീസ്.
അത് ചിലപ്പോൾ അതിന്റെ പ്രൊഡക്ഷൻ കമ്പനി പോലെയാണ് ഇരിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റിനെ സപ്ലൈ ചെയ്യുന്നത് നമുക്ക് അതിന്റെ ഇടയിൽ ഒരു കോർഡിനേറ്റർ ഉണ്ടാവും. നമ്മൾ ആ കോർഡിനേറ്ററോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്കിപ്പോൾ നാളെ ഷൂട്ട് ചെയ്യുന്ന ഒരു സീനിന് ചിലപ്പോൾ 1000 ജൂനിയർ ആർട്ടിസ്റ്റ് വേണം. അപ്പൊ നമ്മളതിന്റെ ജൂനിയർ ആർട്ടിസ്റ്റിനെ സപ്ലൈ ചെയ്യുന്ന കോർഡിനേറ്ററോട് പറഞ്ഞ് നമ്മൾ അവരുടെ കയ്യിലാണ് പൈസ കൊടുക്കുന്നത്. ഇപ്പോൾ അവരിത് എപ്പോഴാണ് കൊടുക്കുന്നത്, താമസിച്ചാണ് കൊടുക്കുന്നത്, അവരത് എത്ര രൂപയാണ് കൊടുക്കുന്നത്, നമ്മുടെ ഏതായാലും 1000 രൂപ വാങ്ങിയിട്ട് അവർ 1500 രൂപ വെച്ച് കൊടുക്കത്തില്ലല്ലോ. അപ്പോൾ അവർ 1000 രൂപ വാങ്ങിയിട്ട് ചിലപ്പോൾ അവർ 600 രൂപയായിരിക്കും കൊടുക്കുന്നത്, 700 രൂപ ആയിരിക്കും. അത് നമുക്ക് അറിയേണ്ട കാര്യമില്ല ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം അത് അവരാണ് അറേഞ്ച് ചെയ്യുന്നത്. ഈ OTT ബിസിനസ് ഉണ്ടല്ലോ, OTT ബിസിനസ് പണ്ട് തൊട്ട് പറഞ്ഞു 42 ദിവസം നിൽക്കാണ് OTT. അതിലൊരു ചേമ്പറും മാധ്യമ സംഘടനകളും വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. നിലവിൽ OTT ബിസിനസ് വളരെ കുറവാണ്, സത്യസന്ധമായ കാര്യമാണ്. അതിലൊരു ലിമിറ്റ് ഇതുവരെ ഒന്ന് അംഗീകരിക്കപ്പെടില്ല. 42 ദിവസം പിന്നെ 30 ദിവസം കൊടുക്കുന്ന സ്ഥിതി വരുന്നു. അത് ഏത് രീതിക്ക് അംഗീകരിക്കപ്പെടും പുതിയ ഭരണസമിതി ഏറ്റെടുത്ത ഈ OTT ബിസിനസ് കുറവ് തന്നെയാണെന്ന് മുന്നിൽ കണ്ടു തന്നെ ഞാൻ ചോദിക്കുന്നത്. പക്ഷെ 42 ദിവസം എന്നുള്ള നിയമം വെച്ചിട്ടുണ്ട്, പക്ഷെ ആരും പാലിക്കാതെ 30 ദിവസം വിൽക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് ഏകീകരിച്ചെടുക്കാൻ പറ്റും? നമുക്കിപ്പോ ബിസിനസ് ഇല്ലല്ലോ, നമ്മൾ 42 ദിവസം തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോ OTT പ്ലാറ്റ്ഫോമുകളാണെങ്കിലും തിയേറ്ററിൽ സക്സസ് ആയ സിനിമകളാണ് ഇപ്പോൾ കൂടുതൽ എടുക്കുന്നത്. അതിപ്പം ചെറിയ സിനിമ ആയിക്കോട്ടെ വലിയ സിനിമ ആയിക്കോട്ടെ. ഇപ്പൊ പ്രീ ബിസിനസ് എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ല. അതൊക്കെ നേരത്തെ ആയിരുന്നു, കോവിഡ് കഴിഞ്ഞ് ആ സമയത്തും കോവിഡിന്റെ സമയത്തൊക്കെ ആയിരുന്നു, അല്ലെ ലാസ്റ്റ് ഒരു 1 ഇയർ വരെയാണ്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഇറങ്ങുന്ന 90% സിനിമകളും പ്രീ ബിസിനസ് ഇല്ലാതെയാണ് ഇറങ്ങുന്നത്. പിന്നെ ചില സിനിമകൾ മാത്രം, ചില സിനിമ പ്ലാറ്റ്ഫോമുകൾ അവർ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അവരുടെ പ്ലാറ്റ്ഫോമിന് പറ്റിയ സിനിമയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരത് മാത്രം സെലക്ട് ചെയ്യും, അവരത് മാത്രം വാങ്ങാറുണ്ട്. ബാക്കിയുള്ള സിനിമകളൊക്കെ ആഫ്റ്റർ റിലീസിന് ശേഷമാണ്. ആഫ്റ്റർ റിലീസ് ഒരു ഡേറ്റ് നമ്മൾ 42 ദിവസമാണ് പറഞ്ഞിരിക്കുന്നത്. അത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ തന്നെയാണ്. ഇപ്പം ചില പടങ്ങള് ചില പ്ലാറ്റ്ഫോമുകൾ പറയും ഒരു ഇപ്പം 30 ദിവസം കഴിഞ്ഞിട്ട് വേണം, അല്ലെങ്കിൽ 45 ദിവസം കഴിഞ്ഞിട്ട് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊഡ്യൂസർ നമ്മുടെ അസോസിയേഷനുമായിട്ട് അല്ലെങ്കിൽ ചേംബർ ആലോചിച്ചിട്ടാണ് അത് വിൽക്കാൻ പാടുള്ളൂ എന്ന ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ വിൽക്കുന്നതിന് കുഴപ്പമില്ല, ആലോചിച്ച് തീരുമാനിച്ചു. യെസ്.